ബൈബിൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പല കാര്യങ്ങളോടും ഖുർആൻ യോജിക്കുന്നു എന്നത് ഒരു സ്വാഭാവികമായ സംഭവമോ? എഴുത്തും വായനയും അറിയാതിരുന്ന ഒരു ജനതയിൽ പ്രവാചകത്വം അവകാശപ്പെട്ട് രംഗപ്രവേശം ചെയ്ത ഒരു വ്യക്തി ദൈവത്തിൻ്റേതെന്ന് അവകാശപ്പെട്ട് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം ഉള്ളടക്കത്തിലും ശൈലിയിലും യോജിക്കുക എന്നത് സാമാന്യവൽക്കരിക്കാനാകുമോ? ബുദ്ധിയും വിവേകവും അത് അംഗീകരിക്കുമോ? ബൈബിളിൻ്റെ ഘടന അധ്യായങ്ങളും വചനങ്ങളുമായാണ്. ഖുർആനിൻ്റെ ഘടനയും അധ്യായങ്ങളും വചനങ്ങളുമായാണ്. ഉള്ളടക്കത്തിൻ്റെ കാര്യമെടുത്താൽ അടിസ്ഥാന വിഷയങ്ങളിലെല്ലാം അവ തമ്മിൽ യോജിക്കുന്നു. അവ ഇങ്ങനെ സംഗ്രഹിക്കാം: ദൈവം ഏകനാണ്, പരലോകമുണ്ട്, അവിടെ വെച്ച് നന്മ തിന്മകൾ പരിശോധിച്ച് നന്മ അധികരിച്ചവൻ സ്വർഗത്തിലേക്കും തിന്മ അധികരിച്ചവൻ നരകത്തിലേക്കും പോകും. വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, മദ്യപിക്കരുത്, കൊല്ലരുത്, പന്നി മാംസം തിന്നരുത്, പലിശ വാങ്ങരുത്, കൊടുക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ചതിക്കരുത്, വിഗ്രഹാരാധന നടത്തരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അളവും തൂക്കവും കൃത്യമായിരിക്കണം, കൊന്നവനെ കൊല്ലണം, കണ്ണിനു പകരം കണ്ണ്, മൂക്കിനു പകരം മൂക്ക്, ചെവിക്ക് പകരം ചെവി, മുറിവുകൾക്ക് പകരം മുറിവുകൾ എന്നിങ്ങനെ പ്രതികാരം ചെയ്യണം. യേശു അഥവാ ഈസാ നബി അന്ത്യനാളിൽ വീണ്ടും വരും. യേശുവിനെ കർത്താവ് എന്ന് പറയരുത്, അഥവാ അദ്ദേഹം ദൈവമല്ല. ഈ കാര്യങ്ങളിലെല്ലാം ബൈബിളും ഖുർആനും ഒരേ സ്വരത്തിലാണ് പറയുന്നത്. പുറമെ ആദ്യകാല പ്രവാചകരുടെ ചരിത്ര വിവരണങ്ങളിലും ഇവ രണ്ടും യോജിക്കുന്നുണ്ട്. ഇവയൊക്കെ സ്ഥിരീകരിക്കുന്നത് ഈ ഗ്രന്ഥങ്ങളെല്ലാം ഒരേ ദൈവമാണ് അവതരിപ്പിച്ചത് എന്നല്ലേ? അതായത് ദൈവിക നിയമങ്ങളുടെ അവസാന രൂപമാണ് ഖുർആൻ ഉൾക്കൊള്ളുന്നത് എന്നല്ലേ? സ്വതന്ത്രമായി വസ്തുതാന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിക്ക് അതെ എന്നേ ഉത്തരം പറയാനാകും.